കേരളത്തിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. 140 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു UDF. മുഴുവൻ സ്ഥാനാർത്ഥികളെയും സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDFിൽ പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞുപോലുമില്ല ചർച്ചകൾ നടക്കുന്നത്. വളരെ നന്നായി, വളരെ പരസ്പരമുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് UDFിൻ്റെ സീറ്റ് വിഭജനത്തിൽ നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി അത് മാറി. ഒരാളും അനാവശ്യമായ, ചിലരെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് എല്ലാം ചില വിട്ടുവീഴ്ചകൾ ചെയ്തു, താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നു. 3 ദിവസം എടുത്തെന്നാണ് വലിയ വാർത്ത. നിങ്ങൾ പണ്ടല്ലേ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഇവിടുത്തെ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ഇരുന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലെയാണോ കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ? കോൺഗ്രസിന് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി പ്രപ്പോസൽ കൊടുക്കണം. മുതിർന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലപ്പെടുത്തി ആ മുതിർന്ന നേതാക്കന്മാർ പലവട്ടം ചർച്ച ചെയ്ത് ഡൽഹിയിൽ ശ്രീ മധുസൂദൻ മിസ്ട്രി ചെയർമാനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. അത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കണം. അത് എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഒരു പ്രൊസീജിയറാണ്. ആദ്യത്തെ ദിവസം മധുസൂദൻ മിസ്ട്രിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് എത്താൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ദിവസം ഞങ്ങൾ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ 50 പേരെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. ആരോഗ്യ പ്രശ്നമാണ്. എല്ലാ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. പിന്നീട് എടുത്തത് എത്ര സമയമാണ്? 48 മണിക്കൂറാണ് എടുത്തത്. ആ 48 മണിക്കൂറിനകം ചരിത്രത്തിലില്ലാതെ സാധാരണ നേതാക്കന്മാർ എത്ര ദിവസമാണ് ഡൽഹിയിൽ പോയി ഇരിക്കാറുള്ളത്? എത്ര ദിവസമാണ് ക്യാമ്പ് ചെയ്യാറുള്ളത്? ഇവിടെ 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിർമ്മിച്ച് പൂർത്തിയാക്കി. കേരളത്തിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. UDF 140 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. സീറ്റ് വിഭജനം ഒരു അവസരവും ഇല്ലാതെയാണ് UDFിൽ പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്. ഞാൻ ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് UDFിന്റെ സീറ്റ് വിഭജനത്തിൽ നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി മാറി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ 3 ദിവസമെടുത്തെന്നാണ് വാർത്ത. പണ്ട് എത്ര ദിവസമാണ് എടുക്കുന്നത്? തിരുവനന്തപുരത്തെ AKG സെന്ററിൽ നിന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലെയാണോ കോൺഗ്രസിന്റെ നടപടിക്രമമെന്ന് VD സതീശൻ ചോദിച്ചു. എനിക്ക് കുറച്ച് പരിഭവം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളായിട്ട്. എല്ലാവരോടുമല്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരുണ്ടാക്കിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാത്ത വാർത്തയുണ്ടാക്കി നുണബോംബാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ആയുസ് പോലുമില്ല. ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. എനിക്ക് പേര് പറയാൻ ഭയമൊന്നുള്ള ആളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയാൻ പേടിയുള്ള ആളൊന്നുമല്ല ചാനലിൽ. പക്ഷെ ഞാൻ പറയുന്നില്ല. എൻ്റെ ഔചിത്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. 40ഓളം വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇല്ലാത്ത വാർത്തകൾ നൽകി കോൺഗ്രസിനെ ആക്രമിക്കുകയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തതെന്നും VD സതീശൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു. വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ TMT ബാർ, GP പൈപ്പ്, GI പൈപ്പ്, നെറ്റ് ഷീറ്റ്, റെയിൻ കട്ടേഴ്സ്, റൂട്ടിംഗ് ഷീറ്റ്, GI കോയിൽ, പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ്. ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ്, കഞ്ഞിപ്പുര, വളാഞ്ചേരി.